വയനാട്ടുകാർക്ക് ബാക്കി കേരളത്തിലേക്ക് വേഗമിറങ്ങാനാണോ ഈ പാത? അതോ ബാക്കി കേരളത്തിന് കാഴ്ചക്കും കള്ളിനും മറ്റു കാര്യങ്ങൾക്കുമായി വയനാട്ടിൽ വേഗമെത്താനോ? ടൂറിസം എന്ന അതിപ്രധാന വ്യവഹാരത്തെ സംരംഭകത്വ ഇങ്ങനെ പുലഭ്യമാക്കണോ എന്നാണോ? ടൂറിസം കൊണ്ട് വയനാട് വളർന്നോ? സഞ്ജയൻ എഴുതുന്നു. റിസാല അപ്ഡേറ്റ്. വയനാട്ടിലേക്കുള്ള അനീതിയുടെ തുരങ്കങ്ങൾ, മതിതർക്കങ്ങൾ, മണ്ണിടിഞ്ഞു, മനുഷ്യർ മരിച്ചു. വയനാട്ടിൽ ഭീതിയുടെ അന്തരീക്ഷമുണ്ട്. ഏത് നിമിഷവും മണ്ണും മലകളും വാപ്പിളർന്നെത്തി തങ്ങളെ ഇല്ലാതാക്കിയേക്കാമെന്ന ഭീതി വയനാട്ടുകാരിലുണ്ട്. ആരാണ് ഉത്തരവാദി? പിണറായി വിജയനോ വി ഡി സതീശനോ? തുരങ്കം പണിയുന്ന കൊങ്കൺ കമ്പനിയോ പൊതുമരാമത്തോ? കളക്ടറോ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരോ? തുടങ്ങിയ മോപ്പിളമ തർക്കങ്ങളിൽ വയനാട്ടിലെ മനുഷ്യർക്ക് താൽപ്പര്യമുണ്ടാവില്ല. എന്തെന്നാൽ ചുരത്തിന് താഴെയുള്ളവർക്ക്, അവർക്ക് മേൽക്കൈയുള്ള ഭരണകൂടത്തിന് വയനാട്ടുകാരും മന്ത്രിസഭയിലില്ല. ഇങ്ങനെ തർക്കിച്ചും കുറച്ച് പണം ചുരിഞ്ഞും തടി സലാമത്താക്കിയാൽ മതി. വയനാട്ടുകാർക്ക് ഇത് ജീവൽ പ്രശ്നമാണ്. മേപ്പാടിയിൽ സംഭവിച്ചതൊരു മുന്നറിയിപ്പാണ്. 2 വർഷം മുമ്പ് മുന്നറിയിപ്പില്ലാതെ സർവം മുടിച്ചതിന് മണ്ണിൻ്റെ പ്രായശ്ചിത്തമാണ് എന്നും കരുതാം. തുരങ്കപാതയ്ക്ക് വേണ്ടി മല തുരന്ന മണ്ണാണ് ഇപ്പോൾ അപകടം വിതച്ചത്. ആ മണ്ണ് മാറ്റാൻ പറഞ്ഞും എന്നും പറഞ്ഞില്ല എന്നുമാണ് തർക്കം. എങ്ങോട്ട് മാറ്റും എന്നത് ചോദ്യമാണ്. മാറ്റാൻ 8.5 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് കാണുന്നു. ആ സ്ഥലവും വയനാട്ടിലാണ്. വയനാട്ടിലെ ഒരിടവും ഇപ്പോൾ പട്ടണങ്ങളായി വികസിച്ച ചില സ്ഥലങ്ങളല്ലാതെ ഒന്നും മണ്ണിടാൻ പറ്റിയവയല്ല. ഈ തുരക്കുന്ന മണ്ണൊക്കെ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് വയനാട്ടിൽ നിന്നുള്ള ചോദ്യം. പാറ പൊട്ടിച്ചും കുറ്റി അവശേഷിപ്പിച്ച മരങ്ങൾ വെട്ടിയും അതീവ ദുർബലമായി തീർന്ന മലകളുടെ ശിരസ്സുകളിൽ നിങ്ങൾ മണ്ണിട്ടാൽ അവ തകരും. പൊട്ടിത്തെറിച്ച് ഞങ്ങളെ കൊല്ലും എന്ന് വയനാട്ടുകാർ പറയുന്നു. അപ്പോൾ പരിഹാരം എന്താണ്? വയനാട്ടുകാരെ കേൾക്കുക. ഒരിക്കൽ കൂടി സമഗ്രമായി പഠിച്ചിട്ട് വഴിവെട്ടുക. ആ പഠനത്തിൽ ഈ വഴിയും തുരങ്കവും പാരിസ്ഥിതിക പ്രത്യാഘാതവും ഉണ്ടാക്കും എന്ന് കണ്ടാൽ ഉപേക്ഷിക്കുക. മനുഷ്യരെക്കാൾ വിലയുള്ളതല്ല ഒരു പദ്ധതിക്ക് വേണ്ടി മുടക്കിയ പണവും അനുബന്ധ കച്ചവടങ്ങളും. മണ്ണ് കുത്തിയൊലിച്ച് തന്നെയാണോ ഈ ദുരന്തം എന്നതിൽ എന്താണ് ഉറപ്പ് എന്ന ചോദ്യവും വയനാട്ടിലുണ്ട്. തിടുക്കപ്പെട്ട അങ്ങനെയൊരു തീർപ്പിൽ ചുരത്തിന് താഴെയുള്ളവർ എങ്ങനെ എത്തി? എന്ത് പഠനമാണ് അടിസ്ഥാനം? തുരക്കൽ അസാധ്യമാം വിധം ദുർബലമായ മല തുരന്നതാണ് അപകടമെന്ന് വന്നാൽ പദ്ധതി പിന്നെ നടക്കില്ല എന്ന ഭയത്താലാണോ ഈ എടുത്തുചാടി തീർപ്പ്? അന്താരാഷ്ട്ര ജിയോളജിസ്റ്റ് സി പി രാജേന്ദ്രൻ പവനൻ്റെയും പാർവതി പവനൻ്റെയും മകനാണ്. ഈ പാത പണിയുന്ന ഇടങ്ങളിലെ ഭൗമ സവിശേഷതകൾ എണ്ണമിട്ട് പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരവും ജലശാസ്ത്രപരവുമായ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നും തുരങ്ക നിർമ്മാണം പുതിയ വിള്ളലുകൾ സൃഷ്ടിക്കുമെന്നുമുള്ള CPയുടെ നിഗമനങ്ങൾ തള്ളിക്കളയരുത്. മൈക്രോ ലെവൽ ജിയോളജിക്കൽ മാപ്പിംഗ് അനിവാര്യമാണ്. അത് നടന്നിട്ടില്ല. മല തുരന്നുണ്ടാക്കിയ കൊങ്കൺ പാത രാജ്യത്തിൻ്റെ ഗതാഗത മുഖച്ഛായ മാറ്റിയത് നമ്മുടെ മുന്നിലുണ്ട്. തൊഴിലും ജീവിതവും തേടി കേരളം മറുനാടുകളിലേക്ക് അതിവേഗം സഞ്ചരിച്ചത് അതുവഴിയാണ്. കൊങ്കൺ തുരങ്കങ്ങൾ പശ്ചിമഘട്ടത്തിനുണ്ടാക്കിയ നാശങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുണ്ടാക്കിയ മനുഷ്യജീവിത ഗുണമേന്മ ആ നാശത്തെ ക്ഷമാപൂർവം നോക്കാൻ ഉതകും. അത്തരത്തിൽ വയനാടിൻ്റെയോ മൊത്തം കേരളത്തിൻ്റെയോ ജീവിത ഗുണമേന്മയ്ക്ക് വലിയ സംഭാവന ചെയ്യാൻ ഉതകുന്നതാണോ ഈ തുരങ്കം? വയനാട്ടുകാർക്ക് ബാക്കി കേരളത്തിലേക്ക് വേഗമിറങ്ങാനാണോ ഈ പാത? അതോ ബാക്കി കേരളത്തിന് കാഴ്ചക്കും കള്ളിനും മറ്റു കാര്യങ്ങൾക്കുമായി
വയനാട്ടിൽ വേഗമെത്താനോ? ടൂറിസം എന്ന അതിപ്രധാന വ്യവഹാരത്തെ, സംരംഭകത്വത്തെ ഇങ്ങനെ പുലഭ്യമാക്കണോ എന്നാണോ? കഴിഞ്ഞ 10 ആണ്ടിനിടെ കുതിച്ചുയർന്നിട്ടുണ്ട് വയനാട് ടൂറിസം. അതുമൂലം വയനാട് എന്ന ദേശത്തിനുണ്ടായ ജീവിതാഭിവൃദ്ധിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കണക്ക് പറ. എന്നാൽ അംഗീകരിക്കാം, ടൂറിസം കൊണ്ട് വയനാട് വളർന്നു. കേരളത്തിൻ്റെ ടൂറിസം സംസ്കാരം പ്രാദേശിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നുണ്ടോ? പഠനം നടക്കേണ്ട മേഖലയാണ്. വയനാടിനെ ടൂറിസം വളർത്തിയോ തളർത്തിയോ എന്നാകട്ടെ ആ പഠനത്തിൻ്റെ തലക്കെട്ട്. ദുരന്ത നിവാരണം എന്നത് ഏറ്റവും പരിതാപകരമായി നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് അത് തടയുക എന്ന പ്രക്രിയ തീരെയില്ല. സംഭവിച്ചു കഴിഞ്ഞ് ഒരു ഞെട്ടൽ ആണ് പതിവ്. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസവും കൊട്ടിഘോഷിക്കുന്ന ദേശം. ദുരന്തബാധിതരോടുള്ള കടമ നിർവഹിക്കുന്നത് എന്തോ ഭരണ നേട്ടം പോലെ കൊണ്ടാടുന്ന സർക്കാരുകൾ. വാസ്തവത്തിൽ ദുരന്തം വരും മുന്നേ തടയാനുള്ള സംവിധാനത്തെ നാം ഇവിടെ തീറ്റിപ്പോറ്റുന്നുണ്ട്. പക്ഷേ അവർ തിന്നുക മാത്രം ചെയ്യുന്നു. ജാവേദ് പർവേഷ് എഴുതുന്നു, ജൂണിൽ കാലവർഷം എത്തുമെന്ന് അറിയാത്ത ആരും ഇല്ല. തുരങ്കപാതയിൽ തുരന്നെടുത്ത മണ്ണ് കുന്നുകൂട്ടിയിടാതെ മഴയ്ക്ക് മുമ്പ് മാറ്റിയിടണമെന്ന് സാമാന്യ ബോധമുള്ളവന് അറിയാം. കരാറുകാരൻ അത് ചെയ്തില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടവന്മാരാണ് സ്റ്റേറ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഇപ്പോൾ ഡിസ്പ്ലേ സ്ക്രീനിന് മുൻപിൽ ദുരന്തങ്ങൾ കളിക്കുന്നത് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് 300-ൽ പരം പേരെ കൊന്നവരും ഇവരാണ്. സ്വന്തം കെടുകാര്യസ്ഥത കൊണ്ട് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ കെടുകാര്യസ്ഥത കൊലപാതക കുറ്റമായി കണക്കാക്കണം. കേരളത്തിൽ ആളെ കൊല്ലുന്നവൻ ഹീറോയാണ്. കരാറുകാരനാണോ മണ്ണ് മാറ്റിയിടാൻ പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ലെന്നാണ് ദുരന്ത അതോറിറ്റിക്കാർ പറയുന്നത്. DM ആക്ട് വെച്ച് ആളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ളപ്പോഴാണ് വ്യാജ പായാരം പറച്ചിൽ. DM ആക്ട് ഉപയോഗിച്ച് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞവരാണ് ഇവർ. കുറച്ചുകൂടി നീതിപൂർവമായ സമീപനം വയനാട് അർഹിക്കുന്നുണ്ട്. അത് പാതയായാലും ഭരണമായാലും.